ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ ഡ്രീം ബൈക്ക് നമ്മുടെ പയ്യന്നൂരിലെ ഷോപ്പാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ അവർ ഉണ്ടായിരുന്ന ഷോപ്പ് കുറച്ച് ദൂരെയാണ്. അപ്പോൾ പയ്യന്നൂർ ടൗണിൽ തന്നെ നമ്മൾ പുതിയ ഷോപ്പ്, അതുപോലെ തന്നെ ഇഷ്ടംപോലെ മോഡൽസ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇഷ്ടംപോലെ സ്കൂട്ടീസ് എൻഡോർക്ക് ഉണ്ട്, അതുപോലെ തന്നെ യമഹയുടെ ബൈക്കുണ്ട്, സുസുക്കി ആക്സസ്, അതുപോലെ തന്നെ ഗിയർലെസ് ആയിട്ടുള്ള ഏകദേശം ഒരു 10-30 വെഹിക്കിൾസ് ഈ സൈഡിലും ഇപ്പോൾ സൈഡിലും ഉണ്ട്. അതുപോലെ തന്നെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഗിയർ വണ്ടികൾ ഇപ്പോൾ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഏകദേശം ഒരു 10 മോഡൽ യൂണിക്കോൺ ഉണ്ട്. അതുപോലെ തന്നെ ഗ്ലാമർ, അധികം മൈലേജുള്ള വണ്ടികളാണ് ഇവർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പയ്യന്നൂർ നമ്മുടെ ബൈപ്പാസ് റോഡിലാണ്. അപ്പോൾ ഡീറ്റെയിൽസ് ഫുള്ള് ഓണറിൻ്റെ നമ്പർ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. നമ്മൾ ബൈക്കിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ബ്രോനെ ചോദിക്കുകയാണ്. ബ്രോൻ്റെ പേര് വരുന്നത് ഫർഹാൻ ബ്രോ ആണ്. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരും പരിചയമുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഫർഹാൻ ബ്രോ, നമ്മളെ സ്റ്റാർട്ടിംഗ് റേറ്റ് ഏകദേശം സ്കൂട്ടിയുടെ ഒക്കെ ആവറേജ് റേറ്റ് എങ്ങനെയാണ് വരുന്നത്? സ്റ്റാർട്ടിംഗ് വരുന്നത് 16,000 മുതലാണ്. 16,000 മുതൽ പെപ്സ് ആണല്ലോ വരുന്നത്. പെപ്പല്ല, സ്ട്രീക്ക് വണ്ടിയാണ് വരുന്നത്. ഏകദേശം 16 മുതൽ അവർ ഏകദേശം റേറ്റ് പറയുകയാണ്. ഈ റേറ്റ് ഒരിക്കലും കൺഫേം അല്ല, മാറിക്കൊണ്ടിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും. അതുപോലെ തന്നെ സ്റ്റോക്കും മാറിക്കൊണ്ടിരിക്കും. നമ്മൾ വീഡിയോ ചെയ്യുന്ന ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. റേറ്റ് ഏകദേശം ഒരു റേറ്റാണ് അവർ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മാക്സിമം അവർ കുറച്ചിട്ടും ബാക്കിയുള്ള ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തു തരും. അവരെ നമ്പറിലോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ പെപ്സിൻ്റെ റേറ്റ് വരുന്നത് 16,000. ഇപ്പോൾ വരുന്നത് ഇത് 2010 മോഡൽ സ്ട്രീക്കാണ്. 10 മുതൽ സ്ട്രീക്ക്, അതുപോലെ തന്നെ ഇത് 2014 മോഡൽ പെപ്സ്. അപ്പോൾ രണ്ടും കാണാൻ ഒരുപോലെ ഇരിക്കും, ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇത് മാസ്ട്രോ അല്ലേ വണ്ടി? 2016 മോഡൽ മാസ്ട്രോ. 16 മോഡൽ മാസ്ട്രോ വരുന്നുണ്ട്. അത്യാവശ്യം ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ ആവറേജ് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ റേറ്റ് എങ്ങനെ വരുന്നത്? അതിന് 33,000 മുതൽ 33,000 ആണ് നമ്മളെ മാസ്ട്രോണ്ട് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് ഇത് ഏത് മോഡൽ വരുന്നത്? ആക്റ്റീവ 125 ആണ്. ആക്റ്റീവ 125 മോഡലാണ് വരുന്നത്. ഇതൊക്കെ സെയിം ഇയർ വ്യത്യാസം ഉണ്ടാവും അല്ലേ? ഇത് 2016 മോഡൽ. 2016 മോഡൽ. അപ്പോൾ ഇത് 16 മോഡൽ, അതും 14 മോഡൽ അല്ലേ? അത്യാവശ്യം നീറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓടാനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട്, അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ടയർ കാര്യങ്ങളൊക്കെ ഇതിനൊക്കെ ഇപ്പോൾ ടയർ നോക്കുകയാണെങ്കിൽ നല്ല ഗ്രിപ്പ് തന്നെ ഉണ്ട്. നിങ്ങൾക്ക് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. വണ്ടി എടുക്കുക, ഓടിക്കുക എന്നീ കണ്ടീഷനിലൊക്കെയാണ് ഉള്ളത്. അതുപോലെ തന്നെ ഇത് രണ്ട് TVSൻ്റെ വെഹിക്കിളാണല്ലേ? TVSൻ്റെ 2 മോഡലുണ്ട്, ജുപ്പിറ്റർ. ഇത് രണ്ടും സെയിം മോഡലാണ്. 17 മോഡൽ. ഇത് 2019 മോഡൽ. 17-19 മോഡലാണ് വരുന്നത്. ടയർ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഓടാനുണ്ട്. അതുപോലെ തന്നെ ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലിപ്പം ഓടിയിരിക്കുന്നത് വെറും 32,000 കിലോമീറ്ററാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വണ്ടി വരുന്നത് വെറും 18,000. ഇത് ജെന്യൂൻ അല്ല അല്ലേ? 18,000. അതുപോലെ തന്നെ 32,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി, അതുപോലെ തന്നെ മൈലേജും കാര്യങ്ങളൊക്കെ നല്ല മൈലേജ് കിട്ടുന്ന വണ്ടിയൊക്കെയാണ്. നമുക്ക് വീട്ടിലൊക്കെ ആവശ്യത്തിന് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്ന ലേഡീസിന് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ 2 മോഡൽ ഏതാണ്? ഇത് 2017 ആക്റ്റീവ. 17 ആക്റ്റീവ. 2014 മാസ്ട്രോ. 14 മാസ്ട്രോ. മാസ്ട്രോന്റെ എത്ര റേറ്റ് വരുന്നത്? അതിന് 24,000. 24,000 രൂപയ്ക്ക് മോശമില്ലാത്ത റേറ്റ് ആണ്. അത്യാവശ്യം ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഹോണ്ട ആക്റ്റീവ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് റീസെയിൽ വാല്യൂ ഇല്ല വണ്ടിയല്ല? റീസെയിൽ വാല്യൂ ഇപ്പം മാർക്കറ്റിൽ ഓടുന്ന വണ്ടി തന്നെ ആക്റ്റീവ. നല്ല മൈലേജും അതുപോലെ തന്നെ റീസെയിൽ വാല്യൂ ഉള്ള സാധനമാണ് ഹോണ്ട ആക്റ്റീവ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ TVSൻ്റെ എത്ര? TVS വിഗോ 2012 മോഡലാണ്. 12 മോഡലാണ്. അതിന് 20 രൂപ. വെറും 20,000 രൂപയാണ് വരുന്നത്. അത്യാവശ്യം ബോഡി ക്വാളിറ്റി അങ്ങനെ നമുക്ക് നല്ല നീറ്റ് എന്ന് പറയാൻ പറ്റില്ല. ഉള്ള കണ്ടീഷനിൽ 20,000 രൂപയ്ക്ക് നമുക്ക് മുതൽ തന്നെയാണ്. ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് പഠിക്കാനൊക്കെ വേണമെങ്കിൽ നല്ല തന്നെ ആയിരിക്കും. അത് ഇപ്പം മൈലേജും കിട്ടും, നമുക്ക് വേണമെങ്കിൽ പേഴ്സണലി യൂസേജ് ചെയ്യാമല്ലോ. അത് അതെ, 2 കാര്യങ്ങൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഇത് വരുന്നത് MT അല്ലേ? 2022 മോഡലാണ്. 13,000 കിലോമീറ്റർ ഓടിയ. വെറും 13,000 കിലോമീറ്റർ ഓടിയ MT ആണ് ഇവിടെ സെയിലിനായിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ റോഡ് സൈഡിലായതുകൊണ്ടാണ് ഇപ്പം ജസ്റ്റ് പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. മെയിൻ റോഡിന്റെ തൊട്ട് സൈഡിൽ തന്നെയാണ്. ഡസ്റ്റ് പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് സർവീസ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ പക്കയാവും. പക്ക വണ്ടിയാണ്. എത്ര കിലോമീറ്റർ ഓടിയത്? 13,000. വെറും 13,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ടയറൊക്കെ പുതിയ കണ്ടീഷൻ തന്നെയാണ്. ഗ്രിപ്പും കാര്യങ്ങളും വേറെ ഒന്നും പോയിട്ടൊന്നുമില്ല. അതുപോലെ തന്നെ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തു പറയത്തക്ക കാര്യങ്ങളൊന്നുമില്ല. നീറ്റ് വണ്ടി തന്നെയാണ്. മൈലേജ് നല്ല മൈലേജ് ഉണ്ടാവും. നമ്മുടെ 150 cc ആണ് വരുന്നത്. അപ്പോൾ യമഹയുടെ എഞ്ചിൻ പക്ക എഞ്ചിനായിരിക്കും.
ഈ സർവീസ് ഹിസ്റ്ററി അങ്ങനത്തെ സർവീസ് ഹിസ്റ്ററിയിൽ ഇപ്പം നിലവിൽ അപ്ഡേറ്റ് ആണ്. ഇപ്പം 13,000 കിലോമീറ്റർ ലോഡ് ചെയ്തു. ഇതിന്റെ വില പറയുന്നത് 140. 140 വരുന്നത്. അപ്പോൾ ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഈ റേറ്റ് ഒരിക്കലും ഇവർ ഫിക്സ്ഡ് റേറ്റോ അല്ല, ചിലപ്പോൾ മാറും. അപ്പോൾ നിങ്ങൾ ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് റേറ്റും കാര്യങ്ങളൊക്കെ ഏത് വണ്ടി ആയി കഴിഞ്ഞാൽ അവർ ലാസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അല്ലേ, എല്ലാം ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ ബ്രോ അത് നമ്മളിപ്പോൾ അപ്പുറത്തെ സൈഡിൽ കണ്ടത് ഏകദേശം ഒരു 14-15 മോഡൽ വണ്ടിയൊക്കെയാണ്. അപ്പോൾ ഈ സൈഡിലോട്ട് വരുമ്പോൾ നമ്മളെ ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള യമഹയുടെ ഇത് റേസ് ZR വരുന്നത്. അത് രണ്ടും കളർ ഡിഫറൻസ് ഉള്ളൂ. രണ്ടും 2021 മോഡലാണ്. വേറെ പറയാൻ വേണ്ടിയിട്ട് അങ്ങനെ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ പൊതുവേ യമഹയുടെ എഞ്ചിനൊക്കെ കുറവായിരിക്കും അല്ലേ. അതുപോലെ തന്നെ നല്ല നീറ്റ് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല നീറ്റ് പുതിയ മോഡലിനാണ്. അതുപോലെ UBS ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടയറൊക്കെ നല്ല കട്ട ടയർ തന്നെയാണ്. ഇതിലിപ്പം ഒന്നും പറയാനൊന്നുമില്ല, കട്ട ടയർ തന്നെയാണ്. നല്ല നീറ്റ് വെഹിക്കിളാണ്. 2 കളേഴ്സ് അവൈലബിൾ ആണ്. അതിൻ്റെ റേറ്റ് എത്രയാണ് വരുന്നത്? അതിന്റെ വില 62,000. രണ്ടും സെയിം റേറ്റ് ആണ്, സെയിം മോഡൽ, രണ്ടും സിംഗിൾ ഓണറാണ്. വെറും 40,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെയുള്ളത് നമ്മുടെ ആക്സസ് 125 ആണ് മോഡൽ വരുന്നത്. ഇപ്പം മാർക്കറ്റിൽ നല്ല ഓടുന്ന മോഡലാണ്. ഇപ്പോൾ ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന വണ്ടിയും ആക്സസ് തന്നെയാണ്. അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങൾ, നല്ല പവറാണ്. പവർ മെയിൻ എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ്. നല്ല പവറുള്ള ഒരു വണ്ടി തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ മോഡൽ ഏതാ വരുന്നത്? 2018 മോഡൽ, അത് 2017 മോഡൽ. 18 മോഡലാണ്. ബോഡി ക്വാളിറ്റി ഒക്കെ അത്യാവശ്യം നീറ്റ് തന്നെയാണ്. ടയർ ഉണ്ട്, അത്യാവശ്യം ഓടാനുള്ള ടയർ കാര്യങ്ങൾ. എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവില്ലേ? 36,000. അതുപോലെ തന്നെ 40,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. ഈ റേറ്റ് എത്ര പറഞ്ഞത്? 48-46 റേറ്റ്. നിങ്ങൾ ഒരിക്കലും ഇത് കൺഫേം ചെയ്യണ്ട. നിങ്ങൾക്ക് ഇവർ വിളിച്ചു കഴിഞ്ഞാൽ അവർ മാക്സിമം റേറ്റ് കുറച്ച് തരും. കാരണം വെച്ചാൽ ഇഷ്ടംപോലെ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവർ റേറ്റ് പറയുന്ന സമയത്ത് അവർക്ക് അവരെ കച്ചവടത്തിനെ ബാധിക്കും. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഇവിടെ TVSന്റെ പുതിയ മോഡൽ വരുന്ന 2 വണ്ടികളാണ് അല്ലേ? 2021 മോഡൽ തന്നെ. 2021 മോഡൽ TVS ആണ് അല്ലേ? 21,000 കിലോമീറ്റർ ഓടി. വെറും 21,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണിത്. നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളൊക്കെ എല്ലാം പുതിയ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. 21 മോഡൽ തന്നെയാണ്. വെറും 40,000 കിലോമീറ്ററാണ് ഇത് ഓടിയിട്ടുള്ളത്. വണ്ടി നമുക്ക് നോക്കിയാൽ തന്നെ നല്ല പവറും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഫീച്ചേഴ്സ് വരുന്നത്. അതുപോലെ തന്നെ മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ യങ്സ്റ്റേഴ്സിന് ഇഷ്ടം പോലെ ചൂസ് ചെയ്യുന്ന ഒരു മോഡലും കൂടിയാണ് അല്ലേ? ഇതിന്റെ വില പറയുന്നത് 75,000. ഇതിന് 70,000. 75,000. അത് മാക്സിമം ഇവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് തരും. അതുപോലെ തന്നെ ലാസ്റ്റുള്ള മോഡൽ ഇത് ഡിയോയുടെ 17 മോഡൽ ഡിയോ ആണ്. 31,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. നല്ല ബോഡി ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. 31,000 സംതിങ് ആണ് ഓടിയിട്ടുള്ളത്. അപ്പോൾ തന്നെ നല്ല മൈലേജ് ഇത് ഉണ്ടാവില്ലേ? നല്ല ഡിയോക്ക് നല്ല മൈലേജ് ആണ്. അത് യൂസ് ചെയ്യുന്നവർക്കെല്ലാം അറിയാം. അതിൻ്റെ റേറ്റ് എത്ര പറഞ്ഞ ബ്രോ? 43,000. അതുപോലെ നമുക്ക് ഗിയറുള്ള വണ്ടിയുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ബ്രോ നമുക്ക് സ്റ്റാർട്ടിംഗ് റേറ്റ് ആയിട്ട് വരുന്നത് ഈ മോഡലല്ലേ അല്ലേ? ഡിസ്കവറി മോഡലാണ്. കുറച്ച് മുമ്പത്തെ മോഡലാണ്, പക്ഷേ അത്യാവശ്യം നല്ല മൈലേജ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുഴപ്പമൊന്നുമില്ല. നമുക്ക് വർക്കിനും ബാക്കിയുള്ള പർപ്പസിനൊക്കെ യൂസ് ചെയ്യാം. എഞ്ചിൻ കാര്യങ്ങളൊക്കെ നല്ല 55-60 മൈലേജ് കിട്ടും. ഞാനൊക്കെ മുമ്പ് യൂസ് ചെയ്ത വണ്ടി തന്നെയാണ് ഇത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടി തന്നെയാണ്. പിന്നെ മോഡൽ ഔട്ടാകുന്നതിനൊക്കെയായിട്ട് ആൾക്കാർ എക്സ്ചേഞ്ച് ചെയ്ത് എടുക്കുന്ന മോഡൽ. അത് ആയിരിക്കും ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കാം. പിന്നെ ഇതിൻ്റെ കിലോമീറ്റർ ഇതൊന്നും ശരിയല്ല, ചെറിയ പോരായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഫുള്ള് ചെക്ക് ചെയ്തിട്ട് നോക്കിയിട്ട് എടുക്കാം. റേറ്റ് എത്രയാണ് വരുന്നത്? ഒരു 18,000 രൂപയാണ് വരുന്നത്. അവർ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ടയറും കാര്യങ്ങളൊക്കെ ആവറേജ് ഉണ്ട്. ഫ്രണ്ട് കുറച്ച് കുഴപ്പമില്ല, എന്നാലും നമുക്ക് കിലോമീറ്റർ ഓടാം. ബാക്കിൽ നല്ല ടയർ തന്നെയാണ്. ഇതും ഡിസ്കവറിൻ്റെ 150 cc ഡിസ്കവറിയാണ്. കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള മോഡൽ അല്ലേ? ഡിസൈനും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ മെയിനായിട്ട് നമ്മൾ ടയറിൻ്റെ കാര്യമാണ് പറയുക. 2 ടയറും കുഴപ്പമൊന്നുമില്ല, ബാക്കും ഒക്കെയാണ്. ഫ്രണ്ട് ആവറേജ് ഓടാനുണ്ട്. പിന്നെ ഇനിയിപ്പോൾ ഓടിയത് 21 ഇത് കാണിക്കുന്നത്. ഇതൊന്നും നമുക്ക് ജെന്യൂൻ ആയിരിക്കാൻ സാധ്യതയില്ല. വണ്ടി നിങ്ങൾ ആരെ കൂട്ടിയിട്ട് വന്നിട്ട് നോക്കിയിട്ട് ചെക്ക് ചെയ്തിട്ട് എടുക്കുക, അത്രേ നമുക്ക് പറയാൻ. ഇതിൻ്റെ മോഡൽ ഏത് വരുന്നത്? 15 മോഡൽ വണ്ടിയാണ്. അധികം പഴക്കമൊന്നുമില്ല. എത്ര റേറ്റ് എത്ര വരുന്നത്? 26,000. വെറും 26,000 രൂപ വരുന്നത്. നമുക്ക് ലോക്കൽ യൂസിനും ബാക്കിയുള്ള വർക്കിനൊക്കെ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് മെയിനായിട്ട് എപ്പം ഔട്ടാവാത്ത, അതുപോലെ തന്നെ മാർക്കറ്റിൽ വാല്യൂ ഉള്ള ഒരു സാധനം യൂണിക്കോണിൻ്റെ ഒരു മോഡലാണ്. 150 cc അല്ലേ വരുന്നതെല്ലാം? 150 cc ആണ് യൂണിക്കോണ്ട് വരുന്നത്. ഏത് മോഡൽ വരുന്നത്? 2007 മോഡൽ. ആണല്ലേ? അത്ര റേറ്റ് എങ്ങനെ വരുന്നത്? 24,000 രൂപ വരുന്നത്. ഒരിക്കൽ പുതിയ പേപ്പറുള്ള വണ്ടിയാ? എടുത്തു.
2027 വരെ ആകുമ്പോൾ നമുക്ക് പേപ്പർ ഉണ്ട്. നല്ല മൈലേജ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ എഞ്ചിൻ്റെ ക്വാളിറ്റി പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഇത് കുറച്ച് പുതിയ മോഡലാണല്ലോ, 12 മോഡലാണ് വരുന്നത്. നല്ല നീറ്റ്, അത്യാവശ്യം നല്ല നീറ്റൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ചെറിയ അവിടെ ഇവിടെയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടയറേജ് ആവറേജ് ഓടാനുള്ള ടയറൊക്കെ ഉണ്ട്. ഇതിൻ്റെ റേറ്റ് എങ്ങനെ വരുന്നത്? 30,000 റുപ്യാണ് വരുന്നത്. നല്ല മൈലേജ് ഉണ്ടാവും. 30,000 റുപ്യക്ക് നമുക്ക് കുറച്ച് നാൾ ഒരു 2 കൊല്ലം 3 കൊല്ലം ഓടിക്കഴിഞ്ഞാലും മുതൽ തന്നെയാണ് അല്ലേ. അപ്പോൾ ഇത് വരുന്നത് പൾസർ അല്ലേ, 150 അല്ലേ, 150 പൾസറാണ് വരുന്നത്. പൾസറിൻ്റെ കാര്യം മുമ്പ് നല്ല സെയിലായിട്ട് മാർക്കറ്റിൽ നല്ല മോഡൽ ഉണ്ടായതാണ്. ഇപ്പോൾ ഇതിൻ്റെ ചെറിയ പൈസ അല്ല, എത്ര പൈസ വരെ ഇതിന്? 30,000 റുപ്യ. ഏത് മോഡൽ? 15 മോഡലിന് 30 റുപ്യാണ്. കുഴപ്പമൊന്നുമില്ല, റേറ്റ് ഇവരെ അഡ്ജസ്റ്റ് ആക്കി തരും. പിന്നെ ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. പിന്നെ വരുന്നത് ഗ്ലാമർ, 13 മോഡൽ ഗ്ലാമറാണ്. രണ്ടിനും പുതിയ ഇൻഷുറൻസും അതുപോലെ തന്നെ പുതിയ ബാറ്ററിയൊക്കെ ഉണ്ട്. നമുക്ക് ടയർ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഓടാനുള്ള ടയറൊക്കെ ഉണ്ട്. ഇതിന് മെയിൻ മൈലേജ് ആയിരിക്കും അല്ലേ, മൈലേജും നല്ല കംഫർട്ടാണ്. ഇത് 125cc ആയിട്ടല്ലേ വരുന്നത്, 125cc ആണ് വരുന്നത്. അത്യാവശ്യം കാണാൻ നല്ല നീറ്റ് ഒക്കെ ഉണ്ട്. റേറ്റ് എങ്ങനെ വരുന്നത്? 26,000 റുപ്യ ഇതിന് വരുന്നത്. രണ്ടിന് 26,000 റുപ്യാണ്. കുഴപ്പമൊന്നുമില്ല, 26,000 റുപ്യക്ക് ഒരു മോഡൽ തന്നെയാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവിടെ ഡയറക്റ്റ് ഷോപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് പറഞ്ഞു തരുന്നതാണ്. ഫോട്ടോസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ട്. ഇത് കറക്റ്റ് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ നമ്മളെ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് വരുന്നത്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്യാം. പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അല്ലേ ബ്രോ? ഓക്കെ, താങ്ക് യു.